അവസാന യാത്ര ഒരു ആത്മഹത്യാ മുനമ്പിലേക്കാണ്. പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട, ഇത് പത്തനംതിട്ട കൊല്ലം ജില്ലാ അതിർത്തിയിലെ ഏനാത്ത് പാലമാണ്. കൈവരികൾക്ക് ഉയരക്കുറവുള്ളതും നീളക്കൂടുതലുള്ളതും പ്രശ്നം വഷളാക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. AV ജയശങ്കറും സംഘവും നടത്തിയ വാർത്തായാത്രയിലേക്കാണ് ഇനി. അടൂർ കഴിഞ്ഞ് MC റോഡിൽ നേരെ മുന്നോട്ട് പോയാൽ പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്നത് ഏനാത്ത് പാലമാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. ഒപ്പം നൂറുകണക്കിന് കാൽനട യാത്രക്കാരും. പക്ഷേ ഈ പാലത്തിന് ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നല്ലേ, അവിടെ പോയി തന്നെ പരിശോധിക്കാം. അങ്ങനെ ഏനാത്ത് പാലത്തിന് മുകളിലെത്തിയിരിക്കുകയാണ്. കല്ലടയാറിന് മുകളിലൂടെ ഇങ്ങനെ തല വിരിച്ചു നിൽക്കുന്ന ഈ പാലം ഇന്നൊരു മരണച്ചുഴിയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ നിരവധി പേരാണ് ഈ പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതിൽ ചിലർ മരണപ്പെട്ടു, മറ്റു ചിലരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഏകദേശം 5 മാസത്തിനകത്ത് തന്നെ നിരവധി പേരാണ് ഈ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതും അതുപോലെ തന്നെ പാലത്തിൽ നിന്ന് ചാടി മരണപ്പെടാതെ രക്ഷപ്പെട്ടതും. രാത്രി കാലങ്ങളിൽ വെളിച്ചമില്ലാത്തതിൻ്റെ പേരിൽ ഭയങ്കര ഇരുട്ടാണ്. ആ ഇരുട്ടും അപകടങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. 2018 മഹാപ്രളയത്തിന് ശേഷം പുതുക്കി നിർമ്മിച്ചതാണ് ഏനാത്ത് പാലം. അന്നു മുതൽ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു സുരക്ഷാവേലി എന്നത്. പക്ഷേ ഇതുവരെ അധികൃതർ അത് പരിഗണിച്ചിട്ടില്ല. ഒപ്പം രാത്രിയായാൽ വലിയ തോതിൽ അപകട ചുഴി കൂടിയാണ് ഈ പാലം. പാലത്തിന് മുകളിലൂടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇതുവരെ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പ്രശ്നം ഗുരുതരമാണ്, പരിഹാരം അത്യാവശ്യവും. വാർത്ത കണ്ടെങ്കിലും ബന്ധപ്പെട്ടവർ ഇടപെടുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വാർത്തായാത്ര അവസാനിപ്പിക്കുകയാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.